ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കപ്പ് ഇഡലി മാവ് വെച്ചിട്ട് ഒരു വെറൈറ്റി ഐറ്റമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 2 കപ്പ് അളവിന് ഇഡലി മാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഇഡലിയും ദോശയും ആപ്പമൊക്കെയാണല്ലോ കഴിക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെറൈറ്റിയായി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും കൂടെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ എടുത്ത ഇഡലി മാവിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് നമ്മൾ ഇതുപോലെ ഒരു കുഴിയപ്പച്ചട്ടി എടുത്തിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുക. കുഴിയപ്പച്ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല, കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചായി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചുട്ടെടുത്താൽ മതി. അപ്പോഴാണിത് ഉള്ളൊക്കെ നന്നായി വെന്ത് വരിക. ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇതുപോലെ മറിച്ചിട്ടിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അതായി കിട്ടും. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചുട്ടെടുത്ത് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ്. അത് നന്നായി ഒന്ന് നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള നല്ല ചെറുതായി കട്ട് ചെയ്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. സവാളയൊക്കെ ഒന്ന് യെല്ലോ കളറായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അപ്പോൾ എരിവൊക്കെ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കേബേജാണ്. അപ്പോൾ ഞാൻ കുറച്ച് കേബേജും കുറച്ച് ക്യാപ്സിക്കും ക്യാരറ്റും നല്ല ചെറുതായി കട്ട് ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇഡലി മാവിൽ ചുട്ടെടുത്ത കുഞ്ഞു ഉണ്ണിയപ്പങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുക. ഇപ്പോൾ 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മസാലയൊക്കെ ആ കുഞ്ഞു ഇഡലിയിൽ നന്നായി പിടിച്ചിട്ടുണ്ട്, ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടോ ഇനിയിപ്പോൾ ലഞ്ചിന് കൊടുത്തയക്കാനോ ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ഇഡലിയും ദോശയും അപ്പമൊക്കെ കഴിക്കുന്നതിനെക്കാട്ടി ഇതുപോലെയൊക്കെ ഒന്ന് വെറൈറ്റി കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് കഴിക്കാനായിട്ടും ഒരുപാട് താല്പര്യപ്പെടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വെറൈറ്റി വീഡിയോസ് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.